കൊച്ചിക്കാരി. അപ്പൊ ഇന്ന് ഞാൻ ഉള്ളതുണ്ടല്ലോ നമ്മുടെ കോട്ടയത്തുള്ള അശോക് ലെയ്ലാൻഡിന്റെ ഷോറൂമിലാണ് ട്ടാ. അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ 100K ആകാൻ വേണ്ടിട്ട് 2 ഇക്കമാര് കൂടെ എനിക്ക് എടുത്തു തന്ന വണ്ടിയാണ്. അതിന്റെ ചേസാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ചുമ്മാ പറഞ്ഞാട്ടാ. നമുക്ക് ഇന്ന് ഇവിടെ നമ്മൾ കോട്ടയത്ത് വന്ന വേറൊന്നും അല്ല, നമ്മുടെ അതെ അതെ, നമ്മൾക്ക് ഇതേ ആ കാണുന്ന വണ്ടി ഡെലിവറി ഉണ്ട്. അതിന് വേണ്ടിട്ട് വന്നതാ ഞങ്ങള്. അവര് പുറകെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്താണ് ജസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മളുടെ തലയോലപ്പറമ്പിലുള്ള നമ്മുടെ ഫ്ലൈ വീൽസ് എല്ലാവർക്കും അറിയാമായിരിക്കും. അച്ചുമല്ലിക്കേക്ക് ഇന്ന് ഇവിടെ നിന്ന് ഒരു ലെയ്ലാൻഡ് അങ്ങോട്ട് ഇറക്കുവാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഡെലിവറിക്ക് വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ അവരെത്തിയിട്ടില്ല. അതിന് മുമ്പായിട്ട് ഞാൻ ഓർത്ത് വന്ന പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പൊ അതെ, നമ്മുടെ വണ്ടി ഇതേ അവിടെ കിടക്കുന്നുണ്ട്. വണ്ടി മീൻസ് ചേസ് ആണ് കേട്ടോ. അതവിടെയാണ്, കാണിച്ചു തരാം. എല്ലാം സെറ്റ് ആക്കി ഇട്ടേക്കണം. നല്ല ഡെലിവറിക്ക് വേണ്ടിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കോട്ടെ. ഇനിയിപ്പോ നമുക്ക് പോയി വണ്ടി എടുത്താൽ മാത്രം മതി. ഏത് വണ്ടി പോയാലും നമ്മൾ നോക്കും, അതാണ് കാര്യം. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് നമ്മളുടെ വണ്ടി ട്ടാ. അവരിപ്പൊ തന്നെ എത്തും. നമ്മളപ്പോ അതിന് മുമ്പ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ഇന്ന് ചിലപ്പോ എനിക്ക് ഓടിക്കാൻ കിട്ടുമായിരിക്കും, ചിലപ്പോഴേ കിട്ടോ എനിക്കറിയാൻ പാടില്ല, ഉറപ്പില്ല. എന്തായാലും കിട്ടിയാൽ സന്തോഷം. അങ്ങനെയാണെങ്കിൽ എന്റെ ആദ്യത്തെ തുടക്കം ഇവിടെ നിന്നായിരിക്കും. ഐ മീൻ ആദ്യമായിട്ട് ഞാൻ ഹെവി വാഹനം ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഓടിക്കാനായിട്ട് പോകുന്നത്. ആദ്യം മീൻസ് അങ്ങനെയല്ല, നമ്മളിപ്പോ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഓടിച്ചിട്ടുണ്ട്. അത് കൂടാതെ പുതിയ വണ്ടി നമ്മൾ ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ഓടിക്കാനായിട്ട് പോകുന്നേട്ടാ. കിട്ടിയാൽ സന്തോഷം. എനിക്ക് അതിൽ കൂടെ എനിക്കിപ്പോ ഒന്നും പറയാനായിട്ടില്ല. ബിക്കോസ് എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലതാണ്. ഞാനിപ്പോ ഇവിടെ ആദ്യമായിട്ടാണ് ഒരു ഡെലിവറിക്ക്, ഇങ്ങനെ ഒരു ചേസ് ഡെലിവറിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും കൂടെയാണ് ഞാൻ. ഓക്കെ, അയ്യോ അവര് വമ്പന് ഉത്സവം പോലെ ഉണ്ട്. അവര് എന്താ പറയാ, അവരുടെ വേറൊരു ഫ്ലൈ വീൽസിന്റെ ഒരു ടൂറിസ്റ്റ് ബസ്സിനാണ് ആൾക്കാർ വരുന്നത് അവിടെ. അത് കൂടാതെ നമ്മളുടെ അജ്മലിക്കൊക്കെ വേറെ കാറിന് വരുന്നുണ്ട്. ഞങ്ങൾ കാറിന് ഇങ്ങനെ നേരെ പോകുന്നു. ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വന്നിട്ട് വണ്ടിയൊക്കെ നോക്കിക്കോളാനൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടാ. അപ്പൊ ഇവിടെ ഇനിയിപ്പോ നമുക്ക് ബാക്കി ഇനി അവര് വന്നിട്ടേ നമുക്ക് എന്തെങ്കിലും പറയാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. ഫുള്ള് നാരങ്ങയൊക്കെ ഒരു സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചേക്കുന്ന കണ്ട. എനിക്ക് ആക്ച്വലി ഈ വണ്ടി എനിക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ എന്താണെന്നറിയോ, നമ്മൾ പണ്ട് നമ്മുടെ തറവാട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് അപ്പുറത്ത് വീടൊക്കെ പണിയുന്ന സമയത്ത് ഈ ടിപ്പർ, അങ്ങനത്തെ വലിയ ടിപ്പർ ലോറിയൊക്കെ ഇല്ല, ആ വണ്ടിയൊക്കെ മറ്റേ കല്ലും ചരലൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബാക്കിലത്തെ ഈ സംഭവമില്ലേ, ഇതിങ്ങനെ പൊക്കി ഇങ്ങനെ ഇതാക്കൂലേ. അപ്പൊ നമ്മള് അത് അന്നേരം ഈ മണ്ണും ചരലൊക്കെ കൊണ്ട് നിറക്കുമ്പോൾ നമ്മ അവിടെ പോയി ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പക്ഷെ ഞാൻ സത്യത്തിൽ അന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ വരുമെന്ന്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ലോറിയൊക്കെ ഓടിക്കാൻ പറ്റുന്ന, ബസ് ഓടിക്കാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഇന്നിപ്പോ അതൊക്കെ ഇങ്ങനെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഗൈസ്, അപ്പൊ നമ്മളുടെ ഈ കാണുന്ന അശോക് ലെയ്ലാൻഡിന്റെ ചേസ് എടുക്കാനായിട്ട് പോകുന്നു നമ്മളുടെ അജ്മലിക്കാണ്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, നമ്മുടെ ഫ്ലൈ വീൽസിന്റെ ഓണറാണ്. ഈ ഒരു നിമിഷത്തിൽ ചോദിക്കാമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിക്കാം. എന്താണിപ്പോ ഐ മീൻ എന്താ പറയാനായിട്ടുള്ള ഈ ഒരു നിമിഷത്തില്? ഇത് നമുക്കൊന്നും പറയാനില്ലാത്ത വാക്കുകളാണ്. കാരണം അതൊക്കെ എന്ന് പറയുന്നത് ഒരു വണ്ടിപ്രാന്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഒരു ടൂറിസ്റ്റ് ബസ് അതിന്റെ ചേസ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതിന് വാക്കുകളെക്കാട്ടി അപ്പുറം അതിന്റെ ഒരു ഫീലിംഗ്. പിന്നെ നമുക്ക് ടൂറിസ്റ്റ് ബസ് ഉണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ചേസ് എടുക്കുന്നത്. ഓൾറെഡി ഒരെണ്ണം ഉണ്ട് ട്ടോ. അത് നമ്മുടെ അല്ലേ കിടക്കുന്നത്. അപ്പൊ ഇതിപ്പോ എനിക്ക് തോന്നുന്നു എന്റെ രൂപം വെച്ചിട്ട് പ്രകാശിന്റെ ബോഡി തന്നെ. അതെ അതെ, പ്രകാശ് ബോഡിയാണല്ലോ. അതല്ലേ ഒരു വികാരം. ലൈലാൻഡ് പ്ലസ് പ്രകാശ്. ഹാപ്പി അല്ലേ?
പിന്നെ ഹാപ്പി. ഞങ്ങൾ ഇന്ന് ആക്ച്വലി എന്താ പറയാ വരൂന്ന് തന്നെ ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതെ അതെ, ഞാൻ വിചാരിച്ചു ഇവൻ എത്തൂലെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടിട്ട് ഞാൻ കൺഫർമേഷൻ പറയാതിരുന്നത്. ഇന്നെല്ലാരും അത് അടിപൊളിയായിട്ട് വന്നിക്കണം. ഒരു ബസ് നിറയെ ഇവരുടെ ആൾക്കാരുണ്ട്. അതൊക്കെ ഇത് മൊത്തം അവരുടെ ആൾക്കാരുണ്ട്. അതെ, ആൾക്കാരുണ്ട്. ഓക്കെ, താങ്ക് യു. പബ്ലിസിറ്റി വന്നേ ഒരു കാര്യത്തിനാണ്. അല്ല, ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാനാ വന്നേ. ഇങ്ങോട്ട് വാ. ഹസ്ബൻഡ് പുതിയ വണ്ടി എടുക്കാൻ പോണല്ലേ, എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനായിട്ടുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ സന്തോഷമുണ്ട് അതിലധികം. ആളുടെ ഡ്രീമാണ്, അത് അച്ചീവ് ചെയ്യുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈഫ്. കേട്ടേക്കാ പറഞ്ഞേട്ടാ. വേറെന്തൊക്കെയാ? എക്സൈറ്റഡ് ആണോ? ഇനിയിപ്പോ ഈ വണ്ടി ഓടിക്കുന്നുണ്ടോ? അതിനൊന്നും പ്ലാനില്ല. ലൈസൻസ് എടുത്താ പോരെ? ഉണ്ട്, അപ്പൊ ഇനിയിപ്പോ ഓടിക്കാലോ. ഇൻഷാല്ലാ ഇക്ക വേറെ ലെവലാണ്. അതുകൊണ്ടിട്ട് എന്തായാലും ഈ വണ്ടി ഓടിപ്പിക്കും. അതെ അതെ, സത്യം. എല്ലാ വണ്ടിയും ഓടിച്ചു പഠിക്കണം. അതെ അതെ, സത്യം. ഇതിപ്പോ ഇവർക്ക് സ്വന്തമായിട്ട് ഉണ്ട്. അതുകൊണ്ടിട്ട് ഇനി കുഴപ്പമില്ല. നമുക്ക് വേറെ ആരുടെ അടുത്തും പോയി കടം ചോദിക്കണ്ടല്ലോ. എല്ലാ വണ്ടിയും ഉണ്ട്, കാറും ബൈക്കൊക്കെ ഉണ്ട്. കാറ് ഏത് വേണമെങ്കിലും ഓടിക്കാം. കൊറേ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നുണ്ട്. ഉമ്മിച്ചി ലൈസൻസ് ഉണ്ടോ? ഹെവി ലൈസൻസ്. കാറ്, 4 വീലർ. ഉമ്മയുടെ സന്തോഷം പറയും. ഞാൻ ആദ്യമായിട്ടാണ് ഇവരെയൊക്കെ കൊണ്ടുവന്നത്. നമ്മൾ അജ്മലിക്കയുടെ ഷോറൂമിലെ വീഡിയോസ് കുറെ എടുക്കാമെങ്കിൽ പോലും ഇവരെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉമ്മച്ചിക്ക് എന്താ പറയുന്നത്? ഭയങ്കര സന്തോഷം. ജീവിതത്തിൽ ഇങ്ങനെ നടക്കും പ്രതീക്ഷിച്ചതേ ഇല്ല. എല്ലാം ഹാപ്പിയാണ്. ഹാപ്പി. എല്ലാരും ഹാപ്പിയാണ്. വേറെ ഒന്നും പറയാനായിട്ടില്ല. കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ ഇവിടെ നിറവേറാനായിട്ട് പോകുന്നത്. കേറിക്കോ. അതിന് കേറണൊന്നും ചെയ്യുന്നില്ല. കേറിക്കോ. ഈ ലിൻസിമാരിയെ പണ്ടേ പേടിത്തൂറിയാണ്. എന്തു പറയാനാണ്? അവരെ കാര്യം അന്വേഷിക്കാൻ വന്നല്ലേ. റോട്ടിൽ കൂടി പോയി ആരെങ്കിലും വീഡിയോ എടുക്കാൻ വന്നാന്ന് അറിയാൻ വേണ്ടി വന്നാലേ. കണ്ട, ഇതാണ് യഥാർത്ഥ ലിൻസി മരിയ. എല്ലാം പേടിയാണ്. അവൻ പറഞ്ഞു വേണം എല്ലാം ചെയ്യിപ്പിക്കാൻ. കേറിക്കോ. എന്തിനാ കട്ട് ചെയ്യണ? എന്തിനാ കട്ട് ചെയ്യണ? കട്ടി ഇടി. എല്ലാരും കേറിയിരിക്കണ കണ്ടിട്ടല്ലേ നിന്നോട് ഞാൻ കേറാൻ പറഞ്ഞ. നീ തന്നെ കേറണം. അവിടെ പിടിക്കാം. കേറിക്കോ. പറയാ സിമ്പിളാണ്. നീ ആദ്യം ഒന്ന് കേറി കാണിക്ക്, എന്നിട്ട് ഞാൻ കേറാം. കേറ്. ഈ വണ്ടി സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, നിനക്ക് സ്റ്റെപ്പിൽ കയറണം. ഇല്ലെന്ന്. റെഡി, 1 2 3.
എങ്ങനെയുണ്ട്? ഇത് ഗിയർ നമ്മുടെ കാർ പോലെ തന്നെയാണ്, കാറിന്റെ പോലെ തന്നെയാണ്. ഫസ്റ്റ് മറ്റേ റൈറ്റ് സൈഡിലായിട്ടാണ് റിവേഴ്സ് തന്നത്. പക്ഷെ ഗിയറൊക്കെ സെയിം കാർ പോലെ തന്നെ. അപ്പൊ നമ്മൾ ഓടിക്കണ വണ്ടിക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു ചേസിൽ നമ്മൾ കയറിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറിയിരിക്കുന്നത്. ഇതിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. കണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് ഗിയറൊക്കെ വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ട കറക്റ്റ് നമ്മുടെ കാറ് പോലെ തന്നെയാണ്. റിവേഴ്സ് മാത്രമേ ഈ ഒരു സൈഡിലേക്ക് വന്നത്തുള്ളൂ. ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നോട്ടാ. കണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ട നിങ്ങൾ. പേടിച്ച് ലാസ്റ്റിൽ ഇൻസിത് ചാസിയിൽ കയറുന്നു. എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം അതാ നോക്കണത്, വ്യത്യാസം ഉണ്ടോ. നമ്മൾ പഴയ ബസ്സിലല്ലേ ഓടിച്ചു പഠിക്കണേ. ഫ്രണ്ടിലുള്ളത് കാണാൻ പറ്റണ്ട? ഫ്രണ്ടിലൊക്കെ കാണാൻ പറ്റണ്ട? അത് കാണാൻ പറ്റണ്ട. പക്ഷെ എനിക്ക് ഇതിലെന്തോ ഇത് വേറൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നണം. ഞാൻ ആദ്യമായിട്ടാണ് ചേസിൽ കയറുന്നത്. ഞാൻ ഇതുവരെ ഇതൊന്നും ഓടിച്ചിട്ടും കൂടി ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ടൈമാണ്. ഗിയറൊക്കെ പരിചയപ്പെടുത്തി. ഗിയർ നമ്മൾ സാധാരണ പോലെ തന്നെ. റിവേഴ്സ് ഫ്രണ്ടിലേക്ക്, പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് അതൊക്കെ അതുപോലെ തന്നെ. ഉണ്ടോ ഒരു ബ്രാൻഡിങ് ഉണ്ടോ, ലീലാൻഡ്. ഓ എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഇത് ഓടിക്കാനായിട്ട്. അയ്യോ, ഞാൻ അവനെ സൂം ചെയ്തെടുത്തത്. ഹലോ ഹലോ അടിക്കാനുള്ളിടാ വാടാ
കാറ് മാറ്റാ നേരടിക്കുവാട്ടാ നേരടിക്കുക അടിക്ക് വായുണ്ടായിരുന്നോ എടുക്കാൻ പോകണം എടുത്തിട്ടില്ല. എടുത്തു ഒരു സെക്കൻഡ് പറയാം അത് ചാർജ് ചെയ്യുന്നുണ്ട് ഫോൺ ചാർജ് ചെയ്യുന്നു ഇൻവോയ്സ് 22 അതാണ് 22 നമ്മുടെ ഇൻവോയ്സ് ഫാസ്റ്റ് ഡിഫറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ സ്പീഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇത് ABS-ൻ്റെ നിങ്ങൾ മേടിച്ചു വെച്ചോളാം സ്പീഡിന്റെ GPS നമുക്ക് സ്പീഡ് കമ്പനി ഫിറ്റഡ് ആയിരിക്കും അല്ലേ? നമ്മളിപ്പം നമ്മൾ 80 ചെയ്ത് നോർമലി വരുന്നത് 60ആയിരിക്കും 80 ചെയ്ത് ഇൻഷുറൻസിന്റെ ഒറിജിനൽ മേടിച്ചു വെച്ചോളാം. പിന്നെ 20 ഇല്ലേ സൈൻ ചെയ്ത് അത് ഒറിജിനൽ ബാക്കി ഞാൻ നമ്മുടെ ബോഡി ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേന് ഒരു 4 പേപ്പർ അത് മാത്രം വെച്ചാൽ മതി. ഇത് ഒറിജിനൽ വീഡിയോ വെച്ചാൽ മതി.
ഇത് ഈ സംഭവങ്ങളൊന്നും വണ്ടി കൊടുത്തു വിടണം. ഓക്കെ, വേറെ പേപ്പർ ഇതിനകത്ത് ടാഗ് ഉണ്ട്, അത് എടുത്തോളാം. ടാഗിനകത്ത് മറ്റേ ആളെ കൊണ്ട് ചാർജ് ചെയ്തോ ഇൻഷുറൻസിന്റെ ഒരു കോപ്പി വെച്ചാൽ അല്ല ഇത് പൊട്ടിക്കണം കുട്ടികളെ കൈ പിടിച്ചാൽ ഗ്ലാസ് മാറാൻ എനിക്കിതല്ല വാസ്റ്റാക്കി ഇത് മാറിയിട്ട് പിന്നെ ചേഞ്ച് ചെയ്തു നമ്പർ ഇത് തന്നെ ചെയ്യുന്നത്. ആടാക്കാൻ പറ്റും ഒട്ടിക്കണ്ട, വണ്ടി തിരിച്ചു വരുമ്പോൾ ഒട്ടിച്ചോണ്ട് പോകണം. നമുക്ക് കൈ പിടിച്ചാൽ വണ്ടി തിരിച്ചു വരുമ്പോൾ ഒട്ടിച്ചോണ്ട് പോകും. ഇപ്പൊ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ സാധനം കൊണ്ട് കളയും. ഇനി പുതിയ എടുക്കേണ്ട കാര്യമില്ല. റെഡിയാണോ? നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, അടുത്തേക്ക് ഷെയ്ക്കാൻ കൊടുത്തോട്ടോ. ഓക്കെ,
സുന്ദര കാണൂല്ല അങ്ങോട്ട് പറയാം സുന്ദര സുന്ദര വട്ടം കയറിയ ആൾക്കാർ ഞാൻ വേറെ എടുപ്പിച്ചോളാം വേറെ എടുക്കാം ഇവിടുന്ന് എടുത്തോട്ടെ അല്ലെ പകടി കിട്ടില്ല ആരും കിട്ടില്ല കൊടുത്തോ ഞാൻ പറയാം ഓക്കെ സത്യം പറഞ്ഞാലുണ്ടല്ലോ അതെ അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. ഇത്ര ചെറുപ്പത്തിലേ അത് നോക്കിക്ക് ആ കൊച്ചിനെ കയറ്റി ഇരുത്തി കണ്ട നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരിക്കും കൊച്ചു വളർന്നു കഴിയുമ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും കണ്ണു പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാല്ലേ. വീട്ടിൽ കൊണ്ടുപോകോ ഈ ഫോണിന്റെ കൂടെ ഈ ഫോണിന്റെ എന്താണെങ്കിൽ എന്താണ് ഐഫോണിന്റെ അത്രയും വരും. എടുക്കള എന്നാ പറയണ Thank you.
പേടിയല്ല. പേടിയാ ഇല്ല ബസ് ഓടിച്ചോണ്ടിട്ട് പിന്നെ സീനില്ല. താങ്ക് യു ഇത്ര വലിയ ബസ് വാങ്ങിയ ആൾക്ക് പേടിയില്ല, അപ്പൊ നിനക്ക് പേടിയാ? അല്ല എനിക്ക് പേടിയില്ല, എനിക്ക് മിറർ കാണാൻ പറ്റുള്ള അവിടെ നിന്നിട്ട്. ഇവിടെ നിന്ന് വളയ്ക്കണം എന്ന് പറഞ്ഞപ്പോ ഓടി തട്ടൂന്ന് പറഞ്ഞില്ലേ, അപ്പൊ മിറർ നേരെയല്ലായിരുന്നു കാണണ്ടേ. ആ വശത്ത് ചാൻസ് കിട്ടിയില്ലേ? സത്യം ആരാ ചാൻസ് തന്നാ? എന്റെ കൈയൊക്കെ ഇങ്ങനെ തണുക്കുന്നു വിറക്കുന്നു. അച്ചുമലിക്ക ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചേസ് ഓടിക്കുന്നത്. നിനച്ച് അതിനെ വേണ്ടി പോയിരുന്നു ആ ഫോട്ടോ എടുക്കാം. റോഡിലേക്ക് ഇറങ്ങാനായിട്ട് പോകണം. 4 അല്ല അതിന് കൂടുതൽ ടയറുണ്ട്. എന്നാലും ആദ്യമായിട്ട് ഇനിയിപ്പോ റോഡ് ഭരിക്കാൻ പോവാണ് ഇവൻ. അല്ലേ റോഡൊക്കെ നന്നാക്കി തരാൻ പറയണ്ടേ? ഓക്കെ, ഞാൻ ആദ്യമായിട്ട് റോട്ടിലോട്ട് ഇറങ്ങാൻ പോണേ.